ബൈബിൾ പറയുന്നു ദൈവവചനത്തിന് ഒരു സൈഡിലല്ല 2 സൈഡിലും മൂർച്ചയാണ്. അത് എവിടെ ചെന്നാലും മുറിയും. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കണം എന്ന് പറയില്ലേ? ഇതുപോലെ മൂർച്ചയുള്ള ഭാഗത്ത് ജീവിതം കൊണ്ട് വെക്ക്. തകർന്ന ജീവിതമാണ് ആ മൂർച്ചയുള്ള ഭാഗത്ത് വെക്കുന്നേ. ഈ നാട് നീളെ നമ്മളൊന്നും ചെയ്യണ്ട. ആ മൂർച്ചയുള്ള ഭാഗത്ത് എൻ്റെ തകർന്ന ജീവിതം നിങ്ങൾ ചേർത്ത് വയ്ക്കും. ഞാൻ നിങ്ങളോട് ഉപദേശിക്കില്ല. 31 ദിവസവും അവർ മൂർച്ചയുള്ള ദൈവവചനത്തോട് ചേർത്ത് തകർന്ന ജീവിതം വെച്ചു കൊടുത്തു. 31ാമത്തെ ദിവസം ഭർത്താവ് 31 ദിവസത്തിന് മുമ്പ് തന്നെ ഭർത്താവ് ഭാര്യയെ വിളിച്ചു. എടി, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ പറയുന്ന ആളുടെ അടുത്ത് ഞാൻ വരാം. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നിന്നോട് തുറന്നു പറയണം. നീ എന്നെ ഉൾക്കൊള്ളത്തില്ല, നിനക്കെന്നോട് വെറുപ്പാണ്. പക്ഷേ എനിക്ക് നീ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത്, നീ അംഗീകരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാനും കൂടെ വരാം. എനിക്കെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് എനിക്ക് ഒന്ന് ക്ലിയർ ചെയ്യണം, എനിക്കൊരാഗ്രഹമാണ്. അവൾ വിശ്വസിച്ചില്ല. ഇത് തട്ടിപ്പാന്ന് പറഞ്ഞു. എന്നെ ചതിക്കുക, എന്നെ പറ്റിക്കുകയാണ് ഇയാൾ. എന്തായാലും വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഇന്നാ കുടുംബം ഈ നവംബർ മാസത്തിൽ ആ കുടുംബം സന്തോഷമായി ഒരുമിച്ച് ഒരു സ്ഥലത്ത് മക്കളുമായി ജീവിക്കുന്നുണ്ട്. എന്താ അവിടെ വെളിപ്പെട്ടത്? ദൈവവചനത്തിൻ്റെ മൂർച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന് മൂർച്ചയുണ്ടെന്നേ. അറിയത്തില്ലാത്തതുകൊണ്ടാണ്, ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അറിയില്ലാത്തത്. അതൊരു കറുത്ത പുറഞ്ചട്ടയിട്ട് സൂക്ഷിച്ച് കെമിസ്ട്രിയുടെ പുസ്തകം ഇരിക്കുന്ന പോലെ അലമാരിയിൽ ഇരുന്നാൽ മൂർച്ച വെളിപ്പെടില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ആത്മാവിൻ്റെ വാൾ നിലത്ത് വെക്കണോ എടുക്കണോ? എടുക്കുവിൻ. എന്ത് വിഷയമുണ്ടെങ്കിലും അച്ചോ ഇത് പ്രാർത്ഥിക്കണമെന്ന് പറയാതെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ പ്രാർത്ഥനാമുറിയിൽ കയറിയിട്ട്, ദൈവമേ എൻ്റെ വിഷയം ഇതാണ്, ഇന്ന വചനത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗത്ത് എൻ്റെ ജീവിതം ഇതാ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഞാനിവിടെ നിൽക്കാൻ കാരണം എന്നറിയാമോ? ഈ പുസ്തകമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറയും ഇയാൾ വെടി പറയുകയാണ്, ഭൂലോക നുണ പറയുകയാണ്, ഇയാൾ ഭയങ്കര തള്ളാണെന്നോ പറയും. ഭയങ്കര തള്ളാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറയും. ശ്രദ്ധിക്കണം, 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിലൊരു ബൈബിൾ ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥനയും നടന്നിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ അത്രയും വലിയ പ്രതിസന്ധികളും, എൻ്റെ ഫാദറിൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനവും വഴക്കും ബഹളവും തെറിയും, പറമ്പിൽ കിടക്കണം, ഭക്ഷണമില്ല, ഇതെല്ലാമായി കുടുംബ പ്രാർത്ഥന ഒന്നും എൻ്റെ ഓർമ്മയിൽ ചെല്ലിയതായിട്ടോ ബൈബിൾ വായിച്ചതായിട്ടോ ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ദൈവവചനം ഇന്ന് പ്രസംഗിക്കുന്നത്, ഞാനാണിന്ന് പ്രസംഗിക്കുന്നത്. അതാണ് ഒന്നാമത്തെ അത്ഭുതം. 7ാം ക്ലാസ്സിൽ 8ലോ പഠിക്കുമ്പോഴാണ് ഒരു ബൈബിൾ സ്വന്തമായി കിട്ടണത്. അതെൻ്റെ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു. ബൈബിളില്ലാത്തതിൻ്റെ പേരിൽ പള്ളിയിലെ വികാരിയച്ഛൻ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ബൈബിൾ മേടിക്കാൻ കാശില്ല. 50 പൈസയാണ് നമ്മൾ പേനയ്ക്ക് എഴുതുന്ന അതിനകത്തെ ആ ലീഫിൻ്റെ വില. 50 പൈസ. 50 പൈസയ്ക്ക് വേണ്ടി പേന മുഴുവൻ തപ്പുക. 50 പൈസയില്ല. 50 പൈസ ഉണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാം. അതില്ലാത്തതുകൊണ്ട് എല്ലാ കട്ടിലിൻ്റെ അടിയിലും ചൂല് കൊണ്ട് അടിക്കും, എല്ലാ സ്ഥലത്തും പരതും, എവിടെയെങ്കിലും ഉണ്ടോ നോക്കും. പിന്നെയാണ് ബൈബിൾ മേടിക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകത്തില്ല. ഞാൻ പള്ളിയിൽ പോകത്ത് നിർത്തി. കാരണം അച്ഛൻ 2 പ്രാവശ്യവും ബൈബിളില്ലാത്തതിൻ്റെ പേരിൽ എന്നെ ഇറക്കി വിട്ടു. ഇനി ഞാൻ പള്ളിയിൽ പോകത്തില്ല, അച്ഛനെ കാണത്തുമില്ല. ഞാൻ ഭേദപാഠം നിർത്തി. അപ്പോൾ ഈ പറയുന്ന അച്ഛനൊന്നും എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ദിവസം അച്ഛൻ വന്ന്, അങ്ങനെ സാഹചര്യം, എനിക്കൊരു ബൈബിൾ കിട്ടാൻ കാരണം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ബൈബിൾ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ കയ്യിലതില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 8ൽ പഠിക്കുമ്പോൾ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന്, എൻ്റെ വീട്ടിൽ വരുമ്പോൾ അന്ന് എൻ്റെ അപ്പച്ചൻ മദ്യപിച്ച് ഒരു ബോധമില്ലാണ്ട് തിണ്ണെ കിടക്കുകയാണ്. അന്നാണ് എൻ്റെ വീടിൻ്റെ സാഹചര്യം അറിയണത്. അന്ന് ഒന്നും ആ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ എനിക്ക് പള്ളി മുറിയിൽ നിന്ന് എടുത്തിട്ട് ആദ്യം ബൈബിൾ എനിക്ക് തരുന്നത്. ഇത്രയും വലിയ ബൈബിളല്ല, സുവിശേഷവും ലേഖനം ഉൾപ്പെടെ ചെറിയ ബൈബിൾ, പുതിയ നിയമം തന്നത്. അങ്ങനെയാണ് എൻ്റെ ബൈബിൾ വരുന്നത്. എന്നേക്കാൾ ഭാഗ്യമുള്ള എത്ര പേരായിരിക്കുന്നത്. നിങ്ങളൊക്കെ എത്രയോ നല്ല കുടുംബത്തിലാണ് ജനിച്ചത്, എത്രയോ നല്ല ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത്, എത്രയോ നല്ല കിടക്കയിലും എത്രയോ നല്ല വീട്ടിലും കിടന്നുറങ്ങിയവരാണ് നിങ്ങൾ. എന്നെ ഇവിടം വരെ ദൈവം എത്തിച്ചെങ്കിൽ ഇതിനേക്കാൾ കൂടുതലേ ദൈവം ഇരിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കുള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയില്ലാത്ത എന്നെ ഇത്രയും ദൈവം മാനിച്ചെങ്കിൽ നിങ്ങളെ 1000 ഇരട്ടി ബഹുമാനിക്കും. എന്നെ മാനിക്കാനായിട്ട് യാതൊരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠരാണ് ഇരിക്കുന്നവരെല്ലാവരും.
നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നവരാണ്. ദൈവം തരും, ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതൊരു പാഴ്വാക്കല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവം ആരാന്നറിയണം. ദൈവം ആരാന്നറിയാമോ? അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിക്കും. അതിൻ്റെ പേരെന്താണ് ഇംഗ്ലീഷിൽ? ബ്ലെസ്സിങ്, അനുഗ്രഹം. എന്നെയും നിങ്ങളെയും, എന്നെ ഞാനാക്കുന്നത്, നിങ്ങളെ നിങ്ങളാക്കുന്നത് ദൈവാനുഗ്രഹമാണ്. സ്വർഗത്തെ സ്വർഗമാക്കിയത് എന്നതാ? സ്വർഗത്തെ സ്വർഗമാക്കിയത് എന്നതാ? ദൈവസാന്നിധ്യമാണ്. നരകം നരകമായതിൻ്റെ കാരണം എന്നാ? ദൈവസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ജീവിതം ജീവിതമാകുന്നത് എപ്പോഴാണെന്നറിയാം? അനുഗ്രഹമുള്ള ദൈവസാന്നിധ്യം വരുമ്പോഴാണ്. ദൈവസാന്നിധ്യം വരുമ്പോൾ ജീവിതം മാറും, ശരിക്കും മാറും. ശരിക്കും നമുക്കറിയത്തില്ല. ദൈവവചനത്തിൻ്റെ ഓരോ വാക്കും ഒരു അനുഗ്രഹമാണ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ മുഴുവൻ വച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്താണ്. ആണോ അല്ലയോ? ഇതിനകത്താണ് ദൈവം തൻ്റെ മുഴുവൻ അനുഗ്രഹവും വച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത് പ്രാർത്ഥനാമുറിയിൽ ബൾബൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് എന്നത് കവിഞ്ഞ് ഇത് പലരും വിശ്വാസത്തിൽ ഏറ്റെടുത്തിട്ടില്ല. ഇത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവരിൽ ഈ അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും. ഒരാളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായാൽ അയാളുടെ ജീവിതം മാറോ ഇല്ലയോ എന്നൊന്ന് പറയാൻ പോവാണ്. കുരിശ് 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 എവിടെയാ? നിങ്ങളിപ്പോൾ ഒരു കുരിശ് രൂപം കിട്ടിയാൽ എവിടെ വെക്കും? പള്ളിയുടെ കുരിശിരിക്കുന്ന എവിടെയാ? ഏറ്റവും മുകളിലാണ്. നിങ്ങളുടെ കാറ് മേടിച്ചപ്പോൾ കുരിശ് രൂപം വെച്ചത് എവിടെയാണ്? എല്ലാവരും കാണുന്നിടത്താണ്. നിങ്ങളുടെ വീട് വെഞ്ചരിച്ച സമയത്ത് കുരിശ് രൂപം വെച്ചത് എവിടെയാണ്? ഏറ്റവും നല്ല സ്ഥലത്താണ്. കുരിശിനെ കുറിച്ച് എന്നാ പറയുന്നത്? കുരിശ് ശാപത്തിൻ്റെ അടയാളമായിരുന്നു. ആണോ? ആ പ്രാർത്ഥനയിലുണ്ട്, ശാപത്തിൻ്റെ അടയാളമായ കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ. ഉണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ കുരിശ് ശാപത്തിൻ്റെ അടയാളമായി കുരിശ് എങ്ങനെ ഇത്ര ഉയർന്നെത്തിയത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ശാപത്തിൻ്റെ അടയാളമായ കുരിശിൽ ഒരാൾ ചേർന്ന് നിന്നു. ആര്? യേശു. ശാപത്തിൻ്റെ അടയാളമായിരുന്നു. കള്ളന്മാരെയും കവർച്ചക്കാരെയും കൊല്ലുന്ന ഒരു ഉപകരണമായിരുന്നു കുരിശ്. അതിനോട് ചേർത്ത് തറച്ചു കൊല്ലുക ശാപത്തിൻ്റെ അടയാളമായിരുന്നു. ആരും മൂളിക്കയറ്റി വെക്കുന്നൊന്നല്ലായിരുന്നു കുരിശ്, ശാപമായിരുന്നു കണ്ടാൽ തന്നെ. പിന്നെ എങ്ങനെ ഇത് മഹത്വത്തിൻ്റെ അടയാളമായി? 2000 വർഷം മുമ്പ് ശാപത്തിൻ്റെ അടയാളമായ കുരിശ് ഒരാൾ അല്പനേരം ചുമന്നു, ഒരാൾ അല്പനേരം അതിൽ കിടന്നു. അതിൻ്റെ ഫലമായി ആ കുരിശ് മഹത്വത്തിൻ്റെ ചിഹ്നമായി മാറി. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരുപക്ഷെ ശപിക്കപ്പെട്ടതാകാം, കുറവുള്ളതാകാം, വീണുപോയതാകാം. ഈ കുരിശിനോട് യേശു ചേർന്നതുപോലെ എന്നാണോ ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ഇതുപോലെ ചേരുന്നത്, എന്നാണോ നിങ്ങളുടെ കുടുംബത്തോട് ചേരുന്നത്, അന്നോ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മഹത്വത്തിൻ്റെ ഒരു അടയാളമായി ജീവിതമാണേലും കുടുംബമാണേലും വ്യക്തിയാണേലും ശുശ്രൂഷയാണേലും അത് ഉയർന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശാപത്തിൻ്റെ അടയാളമായ കുരിശ് അത് സ്വർണം പൂശിയത് കൊണ്ടല്ല മോളി കയറ്റി വെച്ചിരിക്കുന്നത്. അതിൽ ദൈവ സാന്നിധ്യം വന്നപ്പോഴാണ്. ദൈവ സാന്നിധ്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരുന്നെങ്കിൽ അവർ ഉയരും. ദൈവ സാന്നിധ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ മാറ്റമുണ്ടാവും. ഇനി 2000 വർഷം മുമ്പ് യേശു ജനിച്ചത് എവിടെയാണ്? പോട്ടെ, 2 മാസം, ഇതോ നവംബർ മാസം, അടുത്ത മാസം എന്താ? ക്രിസ്മസ് ആകുമ്പോൾ എന്തുണ്ടാക്കി വെക്കും? പുൽക്കൂട്. ഇത്രയും കോടികൾ മുടക്കിയ പള്ളിക്കകത്ത് ഈ പുല്ലും ഈ ഉണക്കപ്പുല്ലും എല്ലാം കൂടെ വെച്ച് പെരയുണ്ടാക്കാൻ പാടുണ്ടോ? 50 ലക്ഷം രൂപയുടെ വീട്, 75 ലക്ഷം രൂപയുടെ 3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി വെച്ചിരിക്കുക. വിറ്റത്ത് ഇന്നോവ എല്ലാം വന്ന് കിടക്കുക. അപ്പോഴുണ്ട് കുറേ പറമ്പിൽ നിന്ന് കിടന്ന പുല്ലും എല്ലാം കൂടെ പിടിച്ച് അവിടെ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തിനാ അത് ചെയ്തേ? 2000 വർഷം മുമ്പ് യേശു ജനിച്ച സ്ഥലത്തിന് ഇന്ന് ഭയങ്കര വിലയാണ്. എന്തുകൊണ്ടാണ് ഈ പുൽക്കൂട് ഇന്ന് പള്ളിയുടെ സ്ഥാനത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ബഹുമാനത്തോടെ ഉണ്ടാക്കി വെക്കാൻ കാരണം? അതിലാര് വന്നതുകൊണ്ടാണ്? യേശു ആ കാലിത്തൊഴുത്തിൽ 2000 വർഷം മുമ്പ് അതിൽ ജനിച്ചു. ആ ജനിച്ചതിൻ്റെ ഓർമ്മ, ആ കാലിത്തൊഴുത്തിൻ്റെ ഓർമ്മ ഇന്നും നിലനിൽക്കുക. ഇന്നും അതിൻ്റെ ഓർമ്മയുണ്ട്. ഇന്നും അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ആര് വന്നതുകൊണ്ടാണ്? യേശു. ഇതുപോലെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു നിലയും വിലയും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് പറയാൻ. യേശു ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പ്
ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാ പറഞ്ഞേ? നിങ്ങളെതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക്, ആ പട്ടണത്തിലേക്ക് പോ. അവിടെ ചെന്നിട്ട് അവിടെ ഒരു ആന, കുതിര, കഴുത, ഏതാ? നല്ല ബൈബിൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾ. കഴുതേനെ കെട്ടിയിരിക്കുന്നത് കാണും. ഒരു കഴുത കെട്ടിയിരിക്കും. കഴുതേനെ മൈൻഡ് ചെയ്യാത്തൊരു സാധനം. ഊട്ടി പോയാൽ കാണാം കഴുതേനെ. ആർക്കും വേണ്ട ഇതിനെ. ഊട്ടി പോവുകയാണെന്ന് ചോദിച്ചാൽ ചോദിക്കും, എന്താ കഴുതച്ചാണാൻ ചവിട്ടാൻ പോവുകയാണെന്ന് ചോദിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലർ ചോദിക്കും, എന്തിനാണ് അവിടെ പോണത്? കഴുത നിൽക്കുന്നത് എവിടെയാ? അപ്പുറത്തെ മരത്തിൻ്റെ ചുവട്ടിൽ. കിടക്കുന്നത് എവിടെയാ? ചെളിക്കകത്ത്, ചാണകത്തിനകത്തും മൂത്രത്തിനകത്തും കിടന്ന ഒരു മൃഗം അവിടെ നിൽപ്പുണ്ടെന്ന്. എത്രയോ നല്ല സ്റ്റാൻഡേർഡ് മൃഗം അപ്പുറത്തെ കൂട്ടിലൊക്കെ മനുഷ്യർ വളർത്തുന്നുണ്ടാവും. ആ ചെളി കിടക്കുന്നതിനെ അഴിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടെ വൃത്തിയുള്ളതിനെ അല്ല, ഞാൻ അഴിച്ചുകൊണ്ട് വാ. എന്നിട്ട് യേശു ആ പോയവരോട് പറയുകയാണ്, ഇതിനെ അഴിക്കുമ്പം വലിയ കേമന്മാർ ചോദിക്കും എന്തിനാന്ന്. അപ്പം നിങ്ങൾ വാ തുറന്ന് പറയണ ഒരു കാര്യം എന്നത്, ഇതിനെ അറക്കാൻ കൊണ്ടുപോവാന്നല്ല പറയേണ്ടത്, കർത്താവിന് ഈ ചാണകത്തിൽ കിടന്നവനെ കൊണ്ട് അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചാണകത്തിൽ കിടന്ന് കുറച്ചുകൂടെ വൃത്തിയുള്ളതിനെ പോലെ. ഒരു പശുവാണെ പോലും അതിനെ കറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? കുളിപ്പിക്കും. എന്നിട്ടേ അതിനെ കറന്നെടുക്കുകയുള്ളൂ. ഇത് അവിടെ നിൽക്കുന്ന ചെളി നിൽക്കുന്ന മൃഗത്തെ അടുക്കാൻ തന്നെ അറപ്പാ. മൊത്തം ഈച്ചയാണ്. ഈ ഈച്ച പിടിച്ചതിനെ നോക്കിയിട്ടാണ് ദൈവം യേശു പറഞ്ഞത്, ആ ഈച്ച പിടിച്ചതിനെ സാരമില്ല, ആ ചെളി സാരമൊന്നുമില്ല. ആ ഈച്ച പിടിച്ചതാണേലും ആ ചാണകത്തിനകത്ത് കിടന്നാണേലും ചെളിക്കാത്ത നിൽക്കുന്നതിലും നിങ്ങൾ പറയണം എന്ത്? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്.